പടച്ച റബ്ബ് പരമാവധി കാരുണ്യം കൊണ്ട് ഇറങ്ങുന്ന സമയമാ. മോനെ, എത്രയെത്ര ആളുകളോട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കുന്നു, എത്രയെത്ര ആളുകളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഏതെല്ലാം ഉസ്താദുമാരോട്, സദാത്തുക്കളോട്, മഹാന്മാരോട് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അതേ സമയത്ത് നിന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നീ എന്തുകൊണ്ട് ദുആ ചെയ്യുന്നില്ല? ഈ രാത്രി സമയത്ത് നീ ഒന്ന് മൂന്നായി ഡിവൈഡ് ചെയ്തു. രാത്രി എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് ഫജ്ർ സാദിഖ് വരേക്കുമാണ്, സുബ്ഹി വാങ്ക് വിളിക്കുന്നത് വരേക്കുമാണ്. 5:40 മഗ്രിബ് വാങ്ക് വിളിക്കുന്നതെങ്കിൽ 5:14 സുബ്ഹി വാങ്ക് വിളിക്കുന്നതെങ്കിൽ ഇതിനിടക്കുള്ള സമയത്തിന്റെ പേരാണ് രാത്രി. ഈ രാത്രിയെ നീ മൂന്നായി ഡിവൈഡ് ചെയ്താല് രാത്രി മോനെ കുറവാണ്, പകലിപ്പോൾ കൂടുതലാണ്. 10.5 മണിക്കൂർ സമയമേ പരമാവധി ഇപ്പൊ രാത്രി ഉണ്ടാവുകയുള്ളൂ. 3 ചില്ലാനം മണിക്കൂറാണ്, 3.5 മണിക്കൂറാണ് രാത്രിയുള്ളതെങ്കിൽ 3.5 7 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് സുബ്ഹിക്ക് വാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള 3 മണിക്കൂർ സമയം, സമയങ്ങളെ കൂട്ടത്തില് ഏറ്റവും പുണ്യപ്പെട്ട സമയം അതാണ്. അത്ര പുണ്യമുള്ള സമയമില്ല. ആ സമയത്ത് അർശിന്റെ ഭാഗത്ത് നിന്ന് ഭൂമിയിലേക്കൊരു കാറ്റടിക്കുന്നുണ്ട്. ആ കാറ്റടിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും ആ സമയത്ത് സുഖനിദ്രയിലാണ്. ഓർത്തു നോക്കൂ, സയൻസ് ഇപ്പോൾ ചിന്തിക്കും. നട്ടുച്ച സമയത്ത് സൂര്യൻ എന്തൊരു ചൂടാണ്, ഉച്ചക്കെന്തൊരു ചൂടാണ്. രോമങ്ങൾ കരിയുന്ന ചൂടുള്ളത് കൊണ്ടല്ലേ അബിരിദൂ ബിൽളുഹരി ഫഇന്നഹു അളമു ലിൽഅജ്രി. നട്ടുച്ച സമയത്ത് ചൂടുള്ള നാടുകളില് നട്ടുച്ച സമയത്ത് സൂര്യൻ സുബ്ഹ് നിസ്കരിക്കുമ്പോ ആ ജമാഅത്തിനൊക്കെ ആളുകൾക്ക് വരാൻ പ്രയാസമുള്ളത് കൊണ്ട് അല്പമൊന്ന് തണുപ്പിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ആ ഉച്ച സമയത്ത് അങ്ങനെ ചൂടുണ്ടാകുന്നത്? സയൻസ് ചോദിക്കുന്നു. ഈ ഹൈഡ്രജൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന, ഹീലിയമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ, ഒരേ ബഹുമാൻ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതാണ്. നിങ്ങൾ ചിന്തിക്കൂ സഹോദരന്മാരെ, ഒരു സെക്കൻഡില് 5640 ലക്ഷം ടൺ ഹൈഡ്രജൻ ഹീലിയമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു സൂര്യന്. എന്നാൽ എന്താ സൂര്യന് എപ്പോഴും അതുപോലെ ചൂടില്ലാത്തത്? എന്താണ് ഈ ചൂടിനെ ഇങ്ങോട്ട് പ്രസരിപ്പിക്കുന്നത്? സൂര്യന് ശക്തമായിരിക്കുന്ന ചൂടെന്താ ഇങ്ങോട്ട് പ്രസരിക്കുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് അതേ ശാസ്ത്രജ്ഞന്മാര് പഠിച്ചുകൊണ്ടിരിക്കുകയാ. 2024 ആകുമ്പോഴേക്ക് അതിന്റെ പഠനം പൂർത്തിയാക്കിയിട്ട് അതിന്റെ റിസൾട്ട് അവര് തരുന്നതാ എന്നാണ് അവർ അവകാശവാദം. എന്നാൽ ഹബീബ് പഠിപ്പിച്ചു, ഈ ചൂടിങ്ങനെ പ്രസരിക്കുന്നത്, ആ സൂര്യനിന്റെ ചൂടിങ് പ്രസരിക്കുന്നത്, നട്ടുച്ച സമയത്ത് ചൂടുള്ള ആവി വരുന്നത്, അത് മിൻ ഫൈഹി ജഹന്നമാ, ജഹന്നമ് ശ്വാസം വിടുകയാ. ജഹന്നമിന്റെ ശ്വാസം വിടുന്നത് കൊണ്ടാ ആ സമയത്ത് അത്രമാത്രം ചൂട് പ്രസരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ട സഹോദരാ, അതൊന്നും കാണാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയുന്നില്ല. അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് എന്നും ഒരു അനൗൺസ്മെന്റ് മുഴങ്ങുന്നുണ്ട്. ഇന്ന് രാത്രിയും നിങ്ങൾക്ക് കേൾക്കാം, അലാ ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു. പകലിൽ തെറ്റു ചെയ്തവരില്ലേ, പകലിൽ തിന്മ ചെയ്തവരില്ലേ, പകലിൽ കളവ് പറഞ്ഞവരില്ലേ, പകലിൽ കള്ളു കുടിച്ചവരില്ലേ, പകലിൽ പലതും ചെയ്തവരില്ലേ, പറ്റിച്ചവരില്ലേ? ആ ആളുകൾക്ക് ഈ രാത്രി സമയത്ത് എന്നോടൊന്ന് മാപ്പ് ചോദിച്ചൂടെ, പൊറുക്കൽ തേടിക്കൂടെ എന്ന് പറഞ്ഞ റബ്ബ് കാത്തിരിക്കുകയാ. അലാ ഹൽ മിൻ മുബ്തലൻ ഫഉആഫിയഹു.
എത്രയെത്ര മെഡിക്കൽ കോളേജുകളിലാ അതേ മാരക രോഗങ്ങൾ കടിമപ്പെട്ടിട്ട് വേദന കടിച്ചിറക്കുന്ന രോഗികളില്ലേ, ക്യാൻസർ പിടിപെട്ടിട്ട് എല്ലുകൾ ഇങ്ങനെ പൊടിപൊടിയുന്ന രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളില്ലേ, രണ്ട് കിഡ്നിയും വീക്കായിട്ട് നീരുകെട്ടി വീർത്ത് വീപ്പ് മുട്ടുന്നവരില്ലേ, കഷ്ടപ്പെടുന്നവരില്ലേ, എന്നോടൊന്ന് ദുആ ചെയ്തുകൂടെ? ഇന്ന് രാത്രിയും റബ്ബ് ചോദിക്കുന്നതാ, കഴിഞ്ഞ രാത്രിയും റബ്ബ് ചോദിച്ചിട്ടുള്ളതാ, എല്ലാ രാത്രിയും ചോദിക്കുന്നതാ, ആലിമീങ്ങൾ ഇരിക്കുന്നതാ, ചോദിച്ചുകൂടെ? എല്ലാ പാതിരാത്രി കഴിഞ്ഞിട്ട് രാത്രിയുടെ അവസാനത്തെ സുരുസ് ബാക്കിയുണ്ടാകുമ്പോ റബ്ബ് ചോദിക്കുന്നതാ, എനിക്കോ നിങ്ങൾക്കോ ആ സമയത്തൊന്ന് എഴുന്നേൽക്കാൻ, ഒന്ന് ചോദിക്കാൻ, ഒന്ന് മാപ്പ് ചോദിക്കാൻ തോന്നലുണ്ടോ? തോന്നിയിട്ടുണ്ടോ? റബ്ബ് ശിക്ഷിക്കാൻ കാത്തിരിക്കുകയല്ല, അവസരം കൊടുക്കുകയാ, പൊറുക്കാൻ, പൊറുത്തു കൊടുക്കാൻ അവസരം കൊടുക്കുകയാ. മഹാനായ ഖൂത്തുൽ അർശ് നിങ്ങൾ കേട്ടിട്ടില്ലേ? മിസ്റിൽ ചെന്നാൽ അലക്സാണ്ട്രിയ പട്ടണം കാണാ. അതേ കൈറോയിൽ നിന്ന് 16 മണിക്കൂർ വാഹനത്തിൽ യാത്ര ചെയ്താലെത്തുന്ന അലക്സാണ്ട്രിയ പട്ടണം ഗ്ലാസുകളെ കൊണ്ട് വളരെ സുന്ദരമായ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു പട്ടണമാ. ആ പട്ടണത്തിന്റെ മധ്യത്തിൽ മിനാരങ്ങൾ ഉയർന്നിരിക്കുന്ന ഒരു പള്ളിയുണ്ട്, പടുകൂറ്റൻ പള്ളിയാ. ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് 2-3 മക്ബറകളുണ്ട്. മഹാനായ അബുൽ അബ്ബാസുൽ മുർസി ഷാദുലി തങ്ങളെ മുരീദാ. ആ അബുൽ അബ്ബാസുൽ മുർസി തങ്ങളെ മുരീദാ മഹാനായ ഇമാം അബൂ അബ്ദുല്ലാഹ് മുഹമ്മദിൽ ബുസീരി തന്റെ മക്ബറ എവിടെയാ? യാഖൂത്തുൽ അർശ് തങ്ങളെ മക്ബറ എവിടെയാ? വല്ലാത്തൊരു പട്ടണമാ. യാഖൂത്തുൽ അർശ് തങ്ങൾക്ക് ആ പേര് കിട്ടിയതെന്താ? എല്ലാ രാത്രിയും അർശിന്റെ ഭാഗത്തിൽ നിന്ന് ഈ പറഞ്ഞ സമയത്തൊരു വാങ്ങി വിളിക്കുന്നുണ്ട്. ആ വാങ്ങ് കറക്റ്റ് കേട്ടിരുന്ന മഹാനാണ് യാഖൂത്തുൽ അർശ് തങ്ങൾ കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം തങ്ങള് 2 കണ്ണും കാണാത്ത സ്വഹാബിയാ, മുത്തുനബിന്റെ പള്ളിയിലെ മുക്രിയാ, കൃത്യമായി വാങ്ങ് കൊടുത്തിരുന്നതാ. ഒരു വാങ്ങും തെറ്റിയിട്ടില്ല. അന്ന് ക്ലോക്ക് ബെല്ലടിക്കുന്നില്ല, അനൗൺസ്മെന്റ് ഇല്ല, അതേ ടൈമീസ് ഇല്ല, മൊബൈലില്ല. എന്നാ എങ്ങനെയാണ് നിങ്ങൾ കണ്ണു കാണാത്ത നിങ്ങള് ഇത്ര കൃത്യമായി വാങ്ങു കൊടുക്കുന്നത് സുബഹിക്ക് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി അർശിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന വാങ്ങ് കേൾക്കലോ, അത് കേട്ടുകൊണ്ട് കൊടുക്കലോ, അത് തെറ്റുന്നതല്ല. നിന്റെ വീട്ടിലെ കോഴിക്ക് അത് കേൾക്കാൻ കഴിയുന്നുണ്ട്, ആടിൻ കുട്ടികൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, എല്ലാ ജീവികൾക്കും കേൾക്കാൻ കഴിയുന്നുണ്ട്. അവരൊക്കെ ആ സമയത്ത് എഴുന്നേൽക്കുന്നുണ്ട്, അവരെ മക്കളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. നിന്റെ വീട്ടിൽ വളർത്ത കോഴി അത് കേട്ടിട്ട് നന്ദിയുള്ള കോഴി വീട്ടുകാരെ വിളിച്ചുണർത്തുന്നുണ്ട്, അതിന് ശ്രമിക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും കൂകുന്നുണ്ട്. നീ ബോധമില്ലാതെ കിടന്നുറങ്ങുകയോ? ഈ അനുഗ്രഹങ്ങൾ മുഴുവനും നിനക്ക് നൽകിയിട്ടുള്ള റബ്ബിന്റെ വിളി കേൾക്കാതെ, ആ വാങ്കുലി കേൾക്കാതെ, റബ്ബിനോടൊന്ന് ചോദിക്കാതെ, ആവശ്യമായത് തേടാതെ കിടന്നുറങ്ങുകയാ. മോനെ, ഞാൻ പറഞ്ഞു വന്നത് ഈ അവസരങ്ങൾ മുഴുവനും നൽകിയിട്ട് ഒന്ന് പൊറുക്കൽ തേടാത്ത, റബ്ബിനോടൊന്ന് മാപ്പ് ചോദിക്കാത്ത, റബ്ബിനോടൊന്ന് സങ്കടം പറയാത്ത ധിക്കാരി
അക്രമകാരിയായ മനുഷ്യർക്ക് അവരെ പാഠം പഠിപ്പിക്കാൻ, അവരെ ശിക്ഷിക്കാൻ റബ്ബ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന നരകത്തെ കുറിച്ച് നിനക്ക് ബോധമുണ്ടോ? ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം.